യുവമോർച്ച പുനഃസംഘടനയിൽ പരാതിയുമായി മുൻ ജില്ലാ പ്രസിഡന്റ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയോട് പരാതി ഉന്നയിച്ച് എറണാകുളം മുൻ ജില്ലാ പ്രസിഡന്റ് വൈശാഖ് രവീന്ദ്രൻ രംഗത്തെത്തി. പണിയെടുത്തവന് സ്ഥാനമില്ലേ എന്നാണ് വൈശാഖ് ചോദിച്ചിരിക്കുന്നത്. ഭാരവാഹിത്വത്തിന്റെ മാനദണ്ഡം മനസ്സിലാകുന്നില്ല എന്നും വൈശാഖ് പറഞ്ഞു. അനൂപ് ആന്റണിക്ക് അയച്ച ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിനും ലഭിച്ചു. അത് കേൾക്കാം. ഞങ്ങൾ 14 ജില്ലാ പ്രസിഡന്റുമാരുണ്ടായിട്ട് അതിൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ പോലും എടുത്തിട്ടില്ല ഈ പുതിയ ഭാരവാഹി ലിസ്റ്റിൽ. എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ എൻ്റെ താഴെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിൽ നിന്ന് എന്ത് പ്രചോദനമാണ് ലഭിക്കുന്നത്? കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളൂ സംഘടനയിലേക്ക് വന്ന ഒരു ഡിവൈഎഫ്ഐയുടെ ആള് ഒരു മോശം പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റിയതിന്റെ ഭാഗം നമ്മളിലേക്ക് വന്നു. അയാൾ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇതിന്റെ മാനദണ്ഡം മനസ്സിലാവുന്നില്ല. സത്യത്തില് വളരെ ബുദ്ധിമുട്ടുണ്ട്, ചെറിയ അമർഷവും ഉണ്ട്. വി.എസ്. അനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനു, നേരത്തെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പല നേതാക്കന്മാരും ഈ കാര്യത്തിലൊക്കെ പരസ്യമായി വിയോജിപ്പ്, ഈ പുതിയ ഭാരവാഹി നിർണയത്തിൽ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പലരെയും പുറത്താക്കാനൊക്കെ തീരുമാനിച്ചു ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. ഇപ്പോൾ വീണ്ടും കൂടുതൽ ആളുകൾ ഈ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണല്ലേ? തീർച്ചയായും ഹർഷൻ, ബി ജെ പി പാർട്ടി പുനഃസംഘടന, അത് പിന്നാലെ മോർച്ച പുനഃസംഘടനയിലൊക്കെ വലിയ രീതിയിലുള്ള അമർഷം പുകയുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുതുതായി വന്നിരിക്കുന്നത് എറണാകുളത്തെ മുൻ ജില്ലാ പ്രസിഡന്റ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റായിരുന്ന വൈശാഖ് രവീന്ദ്രന്റെ ശബ്ദ സംഭാഷണം ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ബി.ജെ.പി. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിക്ക് അയച്ചതാണ്. 14 മുൻ യുവമോർച്ച ജില്ലാ പ്രസിഡന്റുമാരെ എന്തുകൊണ്ട് ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കി? ബൂത്ത് തലത്തിൽ മുതൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കൾക്ക് ഇത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് നൽകുന്നത്? മാത്രമല്ല, എസ്.എഫ്.ഐയിൽ നിന്ന് മോശം പെരുമാറ്റത്തിന്റെ പേരിൽ പുറത്താക്കിയ ആളെ പാർട്ടിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നു. ഇത് എന്ത് സന്ദേശമാണ് പ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്നത്? ഇത് പാർട്ടിയെ മുഴുവൻ ഒരു തരത്തിൽ നീതീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരാളുടെ മാത്രം അഭിപ്രായമല്ല. ബി.ജെ.പിയിലെ പല മോർച്ച സംഘടനകളും ഇക്കാര്യത്തിൽ അവരുടെ എതിർ അഭിപ്രായങ്ങൾ അത് പാർട്ടിയുടെ നേതാക്കളോട് പറയുന്നുണ്ട്. അതിന്റെ ശബ്ദ സംഭാഷണം പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വൈശാഖിന്റെ കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹർഷൻ, റൈറ്റ്, അനുവാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പിയിൽ ഇത്തരത്തിൽ പുനഃസംഘടനയിൽ അമർഷം പുകയുന്നു എന്നതാണ് വിവരങ്ങൾ. കൂടുതൽ വെളിപ്പെടുത്തലുകൾ, പ്രതിഷേധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു.